എല്ലാവർക്കും നമസ്കാരം. ഇതൊരു നന്മയുടെ വീഡിയോ ആണ്. ഇടുക്കി ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കർഷക കൂട്ടായ്മയായ ടെലഗ്രാം കൂട്ടായ്മ ഹൈറേഞ്ച് ഏലം കർഷക കൂട്ടായ്മയുടെ വാർഷികം നമ്മൾ CD വ്ലോഗിൽ പ്രക്ഷേപണം ചെയ്തിരുന്നു. ധാരാളം വിദ്യാർത്ഥികളെയാണ് അന്ന് ആ കൂട്ടായ്മ പഠനോപകരണങ്ങൾ അതുപോലെ തന്നെ ധനസഹായം നൽകി ആദരിച്ചത്. സമൂഹത്തിന് വേണ്ടി ഒട്ടനവധി കാര്യങ്ങളും കൂടെ ഈ സംഘടന മറ്റു സംഘടനകൾക്ക് മാതൃകയായ തരത്തിൽ തന്നെ ഇവർ ചെയ്യുന്നുണ്ട്. ഇവരുടെ വാർഷികത്തോടനുബന്ധിച്ച് ഈ വീഡിയോ CD വ്ലോഗിൽ പ്രക്ഷേപണം ചെയ്തിരുന്നു. ഇത് കണ്ട ഗവൺമെൻറ് ട്രൈബൽ LP സ്കൂൾ അരുവിളഞ്ചാലിലെ പ്രധാന അധ്യാപിക തങ്ങളുടെ 2 വിദ്യാർത്ഥികളെ ഇങ്ങനെ സഹായിക്കാൻ കഴിയുമോ എന്ന് ഗുരുജിയോട് ചോദിച്ചിരുന്നു. എന്നാൽ ഈ സംഘടന ഗുരുജിയുടെ നേതൃത്വത്തിൽ 2 കുട്ടികളെയല്ല, ഈ സ്കൂളിലെ എല്ലാ വിദ്യാർത്ഥികളും പഠനോപകരണങ്ങൾ വിതരണം ചെയ്യുന്ന മനോഹരമായ നന്മയുള്ള ഒരു കാഴ്ചയുടെ വീഡിയോ ആണ്. ആ വിദ്യാർത്ഥികൾക്ക് കുടയും ബാഗും നോട്ട്ബുക്കും അടക്കം പേന അടക്കം നെയിം സ്ലിപ്പ് വരെ പൂർണ്ണതയോടുകൂടി തന്നെയാണ് ഗുരുജിയുടെ നേതൃത്വത്തിലുള്ള ഏലം കർഷക കൂട്ടായ്മയും ഗുരുജീസ് അഗ്രോയും ചേർന്ന് ഈ കുട്ടികൾക്ക് സ്കൂളിന് സഹായം എത്തിച്ചത്. ഇത് സമൂഹത്തിന് തന്നെ മാതൃകയായ എല്ലാ സംഘടനകൾക്കും മാതൃകയായ ഒരു നന്മയാണ്. ചാരിറ്റി എന്ന് പറയുമ്പോൾ നമ്മൾ പുതിയ തലമുറ നമ്മൾ അത്യാവശ്യം പഠിപ്പിക്കേണ്ട ഒരു കാര്യമാണ് ഷെയറിങ്. ഇപ്പം എല്ലാവരും സെൽഫിഷാണ്, അവരുടെ സ്വന്തം കാര്യങ്ങൾ നോക്കി പോകുന്നു. ബാക്കി സഹജീവികളോടൊരു കരുണയില്ലാത്ത ഒരു യുഗത്തിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിന് നമ്മുടെ കുട്ടികളെ ചെറുപ്പം തൊട്ട് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലാത്തവർ ഉള്ളത് ഒരു ഷെയർ കൊടുത്ത് പഠിപ്പിച്ച് പോകുന്ന ഒരു സിസ്റ്റം കൂടി നമ്മുടെ സ്കൂളിൽ ഒരു പാഠ്യ വിഷയം തന്നെ ആക്കേണ്ട ഒരു കാലഘട്ടത്തിലാണ് നമ്മളിപ്പം കടന്നു പോകുന്നത്. അപ്പോൾ ഈ വരുന്ന തലമുറ പിള്ളേർ, ഞാനൊക്കെ എൻ്റെ ചെറുപ്പകാലത്തിലും എല്ലാം ഇതുപോലെ കഷ്ടപ്പാട് സഹിച്ച് വന്നാണ്. നമുക്കൊരു ബാഗോ കുടയോ ഇഷ്ടമുള്ള ഒരു പുസ്തകം, ഒരു പുതിയ പുസ്തകം പോലും നമുക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അതിന് നമ്മുടെ പ്രയത്നം കൊണ്ട് നമ്മൾ കഷ്ടപ്പെട്ട് ഈ നിലയിലെത്തിയാലും നമ്മൾ ഈ ഇല്ലാത്ത ആളുകളെ സഹായിച്ച് പോകാനായിട്ടുള്ളൊരു മനസ്സും വേണം. അതിന് നമുക്ക് കണക്ക് നോക്കാതെ കൊടുക്കാനായിട്ടുള്ളൊരു മനസ്സും ഉണ്ടെങ്കിലോ നമുക്ക് ഇങ്ങനെ ഈ ചാരിറ്റി ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു പോകാം.